സിദ്ദീഖ് വെള്ളാറ്റോല പുണ്യകുറിശി. സിദ്ദീഖ് വെള്ളാറ്റോല പുണ്യകുറിശി. സിദ്ദീഖ് വെള്ളാറ്റോല. ബാങ്കിന്റെ വക ഫിറോസ് കുന്നപ്പറമ്പിലുള്ള ഉപഹാരം നൽകുന്നതിന് വേണ്ടി പ്രസിഡന്റ് അവരെ ക്ഷണിച്ചു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, സഹോദരി സഹോദരന്മാരെ, പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൻ്റെ 60ാം വാർഷികാഘോഷം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബാങ്കിൻ്റെ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഹുസൈൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തൊക്കെ കൊണ്ട് സംസാരിക്കാം, അതിലേക്ക് എന്താണ് പരിപാടി എന്നതിനെ കുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചോദിക്കാം. കാരണം എൻ്റെ ഒരു മേഖല എന്ന് പറയുമ്പോൾ സാധാരണ ഈ രോഗികളും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ലോൺ എടുത്ത് ഇപ്പോൾ കുട്ടിക്ക് ജോലിയും കിട്ടിയിട്ടില്ല, ഇരിക്കുന്ന വീടും കടപ്പാടെല്ലാം പോകുന്നൊരവസ്ഥയിലാണ് സഹായിക്കുന്നത്. അങ്ങനെ വലിയ പ്രയാസങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാനിവിടെ വന്നിരുന്നപ്പോൾ ഇവിടുത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ തന്നെ ഒരു അത്ഭുതത്തോടെയാണ് ഞാനതൊക്കെ കേട്ടത്. കാരണം ഇപ്പോൾ നമ്മളിവിടെ കണ്ടതുപോലെ അങ്ങനെയാണ്. മറ്റതൊക്കെ മനുഷ്യരെ പിടിച്ച് കൊണ്ടടിച്ച് അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയും അല്ലേ. ഇപ്പോൾ ഒരു ഹൗസിംഗ് ലോണൊക്കെ നമ്മളൊരു 20-25 ലക്ഷം ഹൗസിംഗ് ലോൺ എടുത്താൽ അത് തിരിച്ചടച്ച് അതിന്റെ ടോട്ടൽ എമൗണ്ട് ഒരു ഏകദേശം 1 കോടി രൂപയോളം ആ ലോൺ എടുത്ത എമൗണ്ടും അതിന്റെ പലിശയും തിരിച്ചടയ്ക്കാൻ ഒരു അവസ്ഥയിലേക്ക് ഒരു സാധാരണക്കാരൻ എത്തിച്ചേരാറുണ്ട്. ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തൊരു 4 സെന്റ് വാങ്ങിയിട്ട് അതൊരു വീട് വെക്കുക എന്നുള്ളൊരു സ്വപ്നവുമായിട്ട് അതിലേക്ക് പോവില്ല. അവൻ മരിക്കുന്നത് വരെയും ആ ബാങ്കിന്റെ അടിമയായിട്ട് മുന്നോട്ട് പോകാതെ മാത്രമല്ല ഇരിക്കുന്ന വീടടക്കം പിന്നീട് അവർ ജപ്തി ചെയ്തു പോകുന്ന ഒരു സാഹചര്യം. അത് വീട് മാത്രമല്ല എല്ലാ രീതിക്കും അതങ്ങനെയാണ് അല്ലേ. ആ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഇതുപോലുള്ള സഹകരണ ബാങ്കുകൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ വലിയൊരു ആശ്വാസമാണ്. ഒന്നില്ലെങ്കിലും ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളായിട്ടുള്ള ഇതിലെ മെമ്പർമാരും ബന്ധപ്പെട്ട ആളുകളാണ്. നമുക്കൊന്ന് പറഞ്ഞ് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കാനും ഓവറായിട്ട് പലിശ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി തള്ളിയിട്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരാനൊക്കെ കഴിയുന്ന സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇവിടെ ഈ ബാങ്കിന്റെ വരുമാനത്തിന്റെ വലിയ ഒരു ഭാഗം അത് ഈ നാട്ടിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ ബാങ്കിന്റെ സ്ഥിരമായിട്ടുള്ള നിങ്ങളുടെയൊക്കെ പെൻഷനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കിഡ്നി രോഗികൾക്ക് 2000 രൂപ വെച്ചിട്ട് ചികിത്സയ്ക്ക് കൊടുക്കുന്നു. അതുപോലെ പെൻഷനായിട്ട് 500 രൂപ വെച്ച് അങ്ങനെ ഈ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്കിന്റെ വരുമാനം ഉപയോഗപ്പെടുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് പറയാം. വലിയൊരു മാതൃകാ പ്രവർത്തനമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നതും കേൾക്കുന്നതൊക്കെ. എന്താണെങ്കിലും കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒരുപാട് ആളുകൾക്ക് പ്രയാസങ്ങൾ വരുമ്പോഴാണ് നമ്മളെല്ലാവരും ഇതുപോലുള്ള ബാങ്കുകളെയൊക്കെ സമീപിക്കാറുള്ളത് അല്ലേ. പൈസൻ്റെ വലിയൊരു ഭാഗം കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവൻ്റെ ആധാരമോ അല്ലെങ്കിൽ ഭൂമിയുടെയൊക്കെ ആധാരങ്ങൾ മുക്കിപ്പിടിച്ച് ബാങ്കിലേക്ക് വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അത്തരം ആളുകൾ കുഞ്ഞൻ പരമേശ്വരൻ എഴുത്തച്ഛൻ പാവാക്കര, കുഞ്ഞുകുട്ടൻ എന്ന മാലിക്കുട്ടൻ ദുബായ് പള്ളി, ഹംസാക്ക കൊല്ലക്കോട്ടുമുക്ക് എന്നിവരെയാണ് സ്റ്റേജിൽ വിളിച്ചു നിർത്തി ആദരിക്കുന്നതിന് അവരെ വിനയപൂർവ്വം ക്ഷണിക്കുന്നത്. അസീസ
അസീസാജി MK കുന്നപ്പള്ളി, പക്ഷിരി ഹുസൈൻ, വാസുദേവൻ നായർ പാലാക്കര,